നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം, പ്രതിപക്ഷത്തിനെതിരെ അതിശക്തമായ രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഴിമതി ആരോപണം ഉയർന്നു എന്നുള്ളതാണ്. ഈ അഴിമതി ആരോപണത്തിൻ്റെ പ്രഹരമേറ്റ് ആയുധമില്ലാതെ പ്രതിരോധിക്കാനാവാതെ പച്ചക്കള്ളങ്ങൾ LDFനും സർക്കാരിനും സ്ഥാനാർത്ഥികൾക്കുമെതിരെ തൊടുത്തുവിടുകയാണ് പ്രതിപക്ഷം. അതൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലെത്തുമ്പോൾ LDF മികച്ച ഭൂരിപക്ഷത്തോടുകൂടി മൂന്നാമതും അധികാരത്തിൽ വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ സമയത്താണ് രാഹുൽ ഗാന്ധി അടക്കം കൊണ്ടുവന്ന് പച്ചക്കള്ളങ്ങൾ സർക്കാരിന്, മുഖ്യമന്ത്രിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ പോലും ഒരു ദേശീയ നേതാവിനെ കൊണ്ട് പച്ചക്കള്ളം പറയിപ്പിക്കുന്നത്. സജ, ഇതിനെങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും നമ്മൾ സാധാരണ ഭരണപക്ഷത്തിന് എതിരാണ് ആക്രമണങ്ങൾ അധികം ഉണ്ടാവുക. അതിന് 5 വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തും. വകുപ്പുകളെ, മന്ത്രിമാരെ, മുഖ്യമന്ത്രിയൊക്കെ വളരെ നിശ്ചിതമായ രീതിയിൽ ഇഴകീറി പരിശോധിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതുമായി കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുന്നത് സ്വാഭാവികമാണ്. അഴിമതി ആരോപണങ്ങളൊക്കെ പലപ്പോഴും ഉന്നയിക്കും. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടാണ്, അതായത് പ്രതിപക്ഷത്തിനെതിരെയാണ് തെളിവുടെ അടിസ്ഥാനത്തിൽ അഴിമതി ആരോപണം വരുന്നത്. അത് ഒന്ന് വയനാടാണ്. ഇതേക്കുറിച്ച് എന്താ സാധനം പറയേണ്ടത്? ഈ പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമല്ല, ഈ പ്രചാരണത്തിന്റെ ഘട്ടത്തിലുടനീളം ഇത്രയും കടുത്ത പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലും ആകാൻ പ്രധാന ഉത്തരവാദികൾ പ്രതിപക്ഷത്തോടൊപ്പം തന്നെ അവരെ പിന്തുണച്ചു വരുന്ന മാധ്യമങ്ങളും കൂടെയാണ്. കാരണം ഗവൺമെന്റിന് LDFനെതിരെയായിരുന്നു ഇവരുടെ ആക്രമണം മുഴുവനും. ഒരു ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ജനങ്ങളോട് ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും കാട്ടേണ്ടവരാണ്. ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു ചെയ്തികളും പരിശോധിക്കാതെ അവരെ സ്വൈരവിഹാരത്തിന് കൂടിയാണ് മാധ്യമങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി കോൺഗ്രസ് പിരിച്ച ഫണ്ടിന്റെ കാര്യത്തിലും ഇതേ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സർക്കാർ വളരെ സുതാര്യമായ രീതിയിൽ ഫണ്ട് സമാഹരിക്കുകയും അവരുടെ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതിനെ ബഹിഷ്കരിക്കാനും സർക്കാരിന്റെ പദ്ധതിയെ തകർക്കാനും ആഹ്വാനം ചെയ്ത ആളുകളാണ് പ്രദേശത്തെ പല സംഘടനകളും പരസ്യമായി ആഹ്വാനം ചെയ്തു, അവരുടെ സർവീസ് സംഘടനകൾ ഉൾപ്പെടെ. അപ്പൊ ഇവര് പരസ്യമായി സമാഹരിച്ച ഫണ്ടിന്റെ കണക്ക് പോലും ഇത്രയും നാളും വെച്ചില്ല. ഈ ചോദ്യങ്ങൾ എത്ര രൂപ പിരിച്ചു എന്നുള്ള ചോദ്യം അവഗണിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇവർ കടുത്ത ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന ഘട്ടത്തിലാണ് ഇവർ കണക്ക് വെക്കാൻ നിർബന്ധിതരായത്. വെച്ച കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊട്ട കണക്ക് കടലാസിൽ എഴുതിക്കൊണ്ടുവന്ന് വായിക്കുകയാണ് ചെയ്തത്. ഇപ്പം മുസ്ലിം ലീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മുസ്ലിം ലീഗിന്റെ സ്വാധീനം നമുക്കറിയാം. അത്രയും പരിമിതമായ മേഖലയിൽ സ്വാധീനമുള്ള മുസ്ലിം ലീഗ് 40 കോടി പിരിച്ചെന്നാണ് അവരുടെ കണക്ക്. പക്ഷേ കേരളം മുഴുവനും കേരളം മുഴുവനും ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമുക്ക് തർക്കമില്ല. അവർ ഇലക്ഷൻ ജയിക്കുന്ന പല ജില്ലകളിലും അവർക്ക് MLA-മാരില്ലെങ്കിലും കേരളം മുഴുവനുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷെ കോൺഗ്രസ് വെറും 5 കോടിയാണ് പിരിച്ചതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചു. അതല്ല, ആപ്പ് വഴി ലോകത്തുനിന്ന് എവിടെ നിന്നും പിരിക്കാം. ഈ ആപ്പ് തന്നെ അവർ നശിപ്പിച്ചു കളഞ്ഞു. ആപ്പ് ഗൾഫിൽ നിന്നൊക്കെ അവരോട് കാശ് കിട്ടി. ഈ ആപ്പ് തന്നെ അവർ നശിപ്പിച്ചു കളഞ്ഞു. എന്തിനു വേണ്ടിയാണ് ആപ്പ് നശിപ്പിച്ചു കളഞ്ഞത്? അപ്പൊ ഈ കണക്ക് കാണിക്കാൻ അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഇപ്പൊ തന്നെ ഏറ്റവും ഇവർ എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ പണി തുടങ്ങിയെന്ന്. ഇപ്പം പിന്നെ പറയുന്നു പണി തുടങ്ങാൻ കാശില്ല, ഇനി AICC തരണം, ഇങ്ങനെയൊക്കെ പറയുന്നു. ഈ അപേക്ഷിച്ച ഒരു സ്ഥലത്ത് നിർമ്മാണം നടത്തണമെങ്കിൽ അപേക്ഷ കൊടുക്കണം. ഈ അപേക്ഷ പോലും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറയുന്നത് അപേക്ഷിച്ചത് തന്നെ ഒരു വീടിന് വേണ്ടിയാണെന്ന്. ഈ ആന ഇറങ്ങുന്ന കാട്ടിലാണ് ഇവര് സ്ഥലം വാങ്ങിച്ചത്. അപ്പൊ മൊത്തത്തിൽ ഇവരുടെ എല്ലാം കൈയോടെ പട്ടാപകൽ കള്ളനെ കൈയോടെ പിടികൂടിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഒന്ന് ആദ്യം കാരണം ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്നൊരു പ്രസ്ഥാനമാണ്. മഹാത്മാഗാന്ധി അടക്കം ആളുകൾ പ്രവർത്തിക്കുകയും നേതൃത്വം കൊടുക്കുകയും ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആളുകളുടെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഒരുപാട് കാലം 30 വർഷം രാജ്യം ഭരിച്ച ഒരു പാർട്ടി, കേരളത്തിൽ തന്നെ പലതവണ ഭരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ആദ്യം പറയുന്നത്, അതായത് പ്രതിപക്ഷത പറയുന്നത് തന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് ബാങ്കിൽ പണം ഉണ്ടെന്ന് പറയും. പിന്നീട് അവസാനം ഇവരാരും മിണ്ടുന്നില്ല. ഈ മറുപടി പറയുന്നത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പറയുന്നത് തിരുവനന്തപുരത്തെ ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ടിൽ. അപ്പൊ പച്ചക്കള്ളാണല്ലോ ഇതൊക്കെ. കേരളത്തിലെ ജനങ്ങളോടാണ് ഇതൊന്നും, ഉത്തരേന്ത്യയിലുള്ള ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾ, നിസ്സഹായരായ ആളുകളോടല്ല. വളരെ രാഷ്ട്രീയ പ്രതിബദ്ധതയും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ ഗഹനമായി ചിന്തിക്കുന്ന കേരളത്തിലെ ജനങ്ങളോടാണ് ഈ പച്ചക്കള്ളം പറയുന്നത്. ഇത് ഇവരുടെ ഒരു സ്ഥിരം ശൈലിയല്ലേ? അല്ലെ, ഉത്തരേന്ത്യക്കാരെ ഇവരെങ്ങനെയാ കൈകാര്യം ചെയ്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹരിയാന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഹരിയാനയിൽ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് 7 കോടി രൂപ വാങ്ങിച്ചതിന്റെ കണക്ക്
അദ്ദേഹം ഓരോ ദിവസവും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ഒരുമിച്ചുള്ള ഫോട്ടോയും വന്നു. തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി. അത് എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് വളരെ ചുരുക്കം മാധ്യമങ്ങൾ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ, ഇദ്ദേഹം തെളിവ് സഹിതമാണ്, ഫോട്ടോ, വാട്സപ്പ് ചാറ്റ്, ബാങ്ക് അക്കൗണ്ട്, കുറെ പണം കറൻസിയായും ബാങ്ക് അക്കൗണ്ട് വഴിയും കൈമാറി, ഇതിന്റെ മുഴുവൻ രേഖകൾ സഹിതം ഇദ്ദേഹം പുറത്തു വിട്ടിട്ട് ഇവര് അത് മാധ്യമങ്ങളെ അത് മുക്കി. ഈ ചൂരൽമല ഫണ്ട് അവസാനം ഇവർക്ക് എല്ലാവർക്കും നൽകേണ്ടി വന്നു, അതേപോലെ ഇതും ഇവർക്ക് നൽകേണ്ടി വരും എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. അദ്ദേഹം വളരെ നിരാശയോടും അതേസമയം കോൺഗ്രസിനെ വീണ്ടും കേരളത്തിന് വോട്ട് കൊടുത്താൽ എന്നെ പോലെ അനേകം ഗൗരവ് കുമാർമാർ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവരുടെ തട്ടിപ്പിന് തെളിവാട്ട്. കാര്യം എന്നെ ഇങ്ങനെ വഞ്ചിച്ചു. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഇവരെ വിശ്വസിച്ചാൽ ഇതേപോലെ ഇവരെ മാനസികാവസ്ഥയിൽ ആരെയും വഞ്ചിക്കാം, ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു ധൈര്യത്തിന്റെ പുറത്താണ് ഇവർ ഈ തട്ടിപ്പ് മുഴുവൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം പ്രളയകാലത്ത് ഇതുപോലെ 1000 വീടാണ് KPCC പറഞ്ഞത്. പിന്നെ പറഞ്ഞു, അതായത് എനിക്ക് തോന്നുന്നു ഇതൊരു തരം സൈക്കോ പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം കേരളത്തിലെ ദുരന്തങ്ങൾ മുതലെടുത്ത് പണം ഉണ്ടാക്കുന്ന ഒരു പരിപാടി. കാരണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും നിസ്സായ ഒരു സമയമാണ് പ്രളയകാലം. ആ സമയത്ത് KPCC പ്രഖ്യാപിച്ച 1000 വീടാണ്. പിന്നെ പറഞ്ഞു ഞങ്ങൾ 1000 പറഞ്ഞാൽ 100 ആണെന്നാണ്. പിന്നെ പറഞ്ഞു 10 ആണെന്നാണ്. 10 പോയിട്ട് ഒരു വീട് പോലും KPCC റിവില്ല. അതിന്റെ പേരിൽ എത്ര കോടികളാണെന്ന് അവർ പിരിച്ചിട്ടുള്ളത് അതിന് പോലും കാണുക. മാത്രമല്ല പ്രളയകാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ CMDRFിലേക്ക് പണം കൊടുക്കരുതെന്ന് കോൺഗ്രസ് സർവീസ് സംഘടനകളെ കൊണ്ട് പ്രസ്താവന ഇറക്കിപ്പിച്ചത് മാത്രമല്ല ഹൈക്കോടതിയിൽ അവർ പോയി. ഇതിനെതിരെ ഒരു അധ്യാപിക, കോൺഗ്രസ് അനുകൂല സംഘടന അധ്യാപിക ഈ സാലറി ചലഞ്ചിന്റെ ഉത്തരവ് കത്തിച്ചു. അത്തരം ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. അതിന്റെ തുടർച്ചയാണ്. മറ്റൊരു കാര്യം സാജ ഇതുമായി കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒന്ന്, ഇപ്പം ഈ നമ്മള് ഈ യൂട്യൂബിലൊക്കെ എന്ത് കാണുമ്പോഴും ആദ്യം നമ്മൾ കാണുന്നത് ഇവരുടെ പരസ്യമാണ്. അത് സത്യത്തിൽ നമ്മൾ ചിരിച്ചു മണ്ണ് ഒപ്പിപ്പോവും. അതായത് നിയമനം, വൈദ്യുതി, പച്ചക്കള്ളം പറയുന്നു, വികസനം ഇല്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ വികസിത കേരളത്തിന്റെ വളരെ പ്രസന്നമായ മുഖത്ത് നിന്നാണ് ഇവർ വികസനമില്ല എന്ന് പറയുന്നത്. ഇതേക്കുറിച്ച് എന്താ സായന അഭിപ്രായം? അപ്പൊ ഇന്നിപ്പോ ആരോ പറഞ്ഞതുപോലെ നാട്ടുകാർ പറയുന്നുണ്ട്, ഇവര് നിന്ന് കേരളത്തിൽ ഒരു വികസനം ഉണ്ടായാലെന്ന് പ്രസംഗിക്കുന്നത് എവിടെ നിന്നിട്ടാണ്? ബഹുനില മന്ദിരങ്ങളുടെ മുമ്പിൽ നിന്ന്. താലൂക്ക് ആശുപത്രികളായാലും സർക്കാർ സ്കൂളുകളായാലും ഇതര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ദേശീയ നിലവാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സർക്കാർ ആശുപത്രികൾ, പൊതുവിദ്യാലയങ്ങള്, തൊഴിൽ കേന്ദ്രങ്ങള്, പാലങ്ങൾ, 200 പാലങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത്. നമുക്ക് സ്വപ്ന തുല്യമായ നമ്മുടെ പെരുമ്പളം പാലം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള പ്രദേശത്തേക്കാണ് ഇത്രയും 100 കോടി രൂപ മുടക്കി പാലം പണിതിരിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു വികസന വിസ്മയത്തിന്റെ മുന്നിൽ നിന്നാണ് ഇവരെന്ത് വിസ്മയം നടപ്പാക്കുന്നു പറയുന്നത്. അപ്പൊ ജനങ്ങളുടെ അനുഭവത്തെയും ജനങ്ങളുടെ ബോധ്യത്തെയും അവർക്ക് ലഭിച്ച ഇത് സർക്കാർ കൊടുക്കുന്നതല്ല, ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇതൊന്നും ഔദാര്യമല്ല. ജനങ്ങൾക്ക് അവകാശപ്പെട്ടതും അവർക്ക് കിട്ടേണ്ടതും കൊടുക്കാൻ ഒരു സർക്കാർ തയ്യാറായി. അപ്പൊ സർക്കാരിന്റെ ആ ഒരു മനോഭാവത്തെയും ജനങ്ങളുടെ ബോധ്യത്തെയും ഇവര് വെല്ലുവിളിക്കുകയാണ് ഇത്തരം നുണപ്രചരണം വഴി. മറ്റൊന്നിപ്പോ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിട്ട് ഇപ്പൊ 2 ആഴ്ചയിലേറായി. നമ്മള് മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് നമ്മളും അല്ലാതെ പൊതുസമൂഹമൊക്കെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്. അതിന്റെ തൊട്ട് മുമ്പാണ് VD സതീശന്റെ ഒരു ജാഥയും കേരളത്തിൽ നടന്നത്. ഈ ജാഥയിലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും എവിടെയെങ്കിലും സാജൻ BJPയെയും കേന്ദ്ര ഗവൺമെന്റിനെയും UDFന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ ഒരു പേരിനെ പോലും വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇവര് വളരെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെയും LDF സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. കാര്യം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിയെ കാണേണ്ടി വരും, കേന്ദ്രമന്ത്രിമാരെ കാണേണ്ടി വരും. ഈ 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രിക്ക് പലതവണ ഇവരിപ്പോ ഇന്ന് ഒരു കേന്ദ്രത്തിന്റെ AICC ജനറൽ സെക്രട്ടറി ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി പോയി ചില കേന്ദ്രമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാർ സഹകരിച്ചാൽ മാത്രമേ പല കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയൂ. സിദ്ധരാമയ്യ പോയി കാണുന്നുണ്ട്, സിദ്ധരാമയ്യ കാണുന്നുണ്ട്, രേവന്ത് റെഡ്ഡി കാണുന്നുണ്ട്. പിന്നെ ഇവർക്കൊന്നും അങ്ങനെ കാണണമെന്നൊന്നുമില്ല. കാര്യം കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാം ഇവരിപ്പം വാഴ്ത്തുന്ന മമതാ ബാനർജിയും നരേന്ദ്രമോദിയും അടച്ചിട്ട മുറിയിൽ 1 മണിക്കൂർ ചർച്ച നടത്തി. സ്റ്റാലിൻ പോയി കാണുന്നുണ്ട്, ഇവരെല്ലാം പോയി കാണും. കാര്യം ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ഇവർ നിറവേറ്റുന്നത്. അതേസമയം എന്നാ പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പോയി ചായ കുടിച്ചല്ലോ. അത് സ്വകാര്യ കേരളത്തിലെ ചില MP-മാര്, UDFന്റെ MP-മാര് പ്രധാനമന്ത്രി മുമ്പിൽ പോയി ഭക്ഷണം കഴിച്ചല്ലോ. അത് വളരെ പോയി. അത് സ്വകാര്യമായ ഇതായിരുന്നു. മറ്റേത് അനൗപചാരികമായി ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ ഇവര് പോയി. മുഖ്യമന്ത്രി അങ്ങനൊന്നും എല്ലാം സംസ്ഥാന സർക്കാരിന്റെ
താല്പര്യം മുൻനിർത്തിയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. വളരെ വ്യക്തമാണ്, സുതാര്യമാണ്. അല്ലാതെ അടച്ചിട്ട മുറിയിലൊന്നും മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടില്ല. അദ്ദേഹം സ്വകാര്യമായ ചില ചർച്ചകൾ നടത്തിയെന്നുള്ള ഇവരുടെ അനാവശ്യമായ ആരോപണം എന്ന് പറഞ്ഞാൽ ഇവരുടെ സഹജമായ ഇവരുടെ സ്വഭാവത്തിൽ നിന്നാണ് ഈ ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഡൽഹിയിൽ പാർലമെന്റിന് മുമ്പിൽ സത്യാഗ്രഹം ഇരുന്നത്. അതെ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ. മറ്റ് എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രി വരെ വന്ന ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഞാൻ ചോദിച്ച സംഭവം, ഈ BJPയും കോൺഗ്രസും എന്തുകൊണ്ടാണ് BJPക്കെതിരെ ഒരു അക്ഷരം കേരളത്തിലെ കോൺഗ്രസ് മിണ്ടാത്തത്? അല്ല, അതിപ്പം നമുക്ക് ഇവരെല്ലാം ഈ കേരളത്തിലെ ഓരോ കോൺഗ്രസ്സുകാരനായാലും കേരളത്തിലെ ആയാലും ദേശീയ തലത്തിലായാലും ഓരോ കോൺഗ്രസ്സുകാരനും അവൻ്റെ മനസ്സിൽ നാളെ ഞാൻ BJPയിൽ എത്തേണ്ടതാണെന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. അത് വളരെ പ്രകടമാണ്. രണ്ട് തൂണിൽ കാലിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഓപ്ഷൻ അവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് പിന്നെ ഇവര് നിലനിന്ന് പോകുന്നത് തന്നെ ഈ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള താല്പര്യത്തിലാണ്. അതുകൊണ്ട് അവർക്ക് ഈ അധികാര ലബ്ധിക്ക് വേണ്ടിയുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ തന്നെ ഇവർക്ക് ഒരു കാരണവശാലും ഇവർക്ക് BJP അങ്ങനെ എതിർക്കാനൊന്നും കഴിയില്ല. അത് അവര് കമ്മ്യൂണിസ്റ്റ് വിരോധം എന്നുള്ള ഒരു ഏക ബിന്ദുവിന്റെ പുറത്താണ് ഇവർ രണ്ടു കൂട്ടരും സഹകരിച്ചിരിക്കുന്നത് പല ഘട്ടത്തിലും. അതുകൊണ്ട് അവർക്ക് അങ്ങനെ BJP അവർക്ക് കഴിയില്ല. അതാണ് എൻ്റെ സത്യം. കേരള കോൺഗ്രസ്സുകാർക്ക് BJP പാർലമെന്റിൽ പോലും നമ്മൾ കാണുന്നതാണല്ലോ. ഇവര് ഏത് പ്രധാനപ്പെട്ട ജനങ്ങളുടെ സമരത്തിലൊന്നും കേന്ദ്ര സർക്കാരിന് നയപരമായും രാഷ്ട്രീയമായി എതിർക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അത് കഴിയില്ല അവർക്ക്. മറ്റൊന്ന്, ഈ 2021 തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തില് പ്രതിപക്ഷത്തിന്റെ അജണ്ട നിശ്ചയിച്ചു കൊടുത്ത മാധ്യമങ്ങളാണ്. അതാണ് നമ്മൾ നേരത്തെ മുമ്പ് ചർച്ച ചെയ്ത സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയെന്ന് വ്യാപകമായി പ്രചരണം നടത്തുകയും പ്രതിപക്ഷത്തിന് ഓരോ ദിവസവും വിഷയമെടുത്തത് നിയമസഭയിലും പിന്നീട് തെരഞ്ഞെടുപ്പിലും അത് 8 നിലയിൽ പൊട്ടി. കാരണം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന്റെ വിധി എന്ന് പറയുന്ന ഇരട്ട വിധിയാണ്. UDFനേറ്റ പിന്നെ പ്രഹരമാണ്. അതുപോലെ കേരളത്തിലെ മാധ്യമങ്ങൾക്കേറ്റ ഈ തെരഞ്ഞെടുപ്പിലും അജണ്ടകൾ നിശ്ചയിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പം അതും ഇതുപോലെ ഒരു ഇരട്ടപ്രഹരാവില്ലേ? തീർച്ചയായിട്ടും. അതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇത് ഈ UDFന്റെ ഏറ്റവും പ്രധാന പ്രശ്നം വെച്ചാൽ അവർ ചെയ്യേണ്ട രാഷ്ട്രീയ പ്രവർത്തനമോ ജനകീയ പ്രവർത്തനമോ ചെയ്യാതെ മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ടയ്ക്ക് പിന്നാലെ പോയതാണ്. അതാണ് ഇവർക്ക് ഇതുവരെ വരെ പറ്റുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെ കഴിയുള്ളൂ. കാര്യം ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ പൊതുപ്രവർത്തനം നടത്താനോ ഇവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ BJP ആയിട്ടുള്ള അന്തർധാര വരുന്നതും മാധ്യമ അജണ്ടയ്ക്ക് പിന്നാലെ പോകുന്നതും. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. ഇവർക്ക് ഇടയ്ക്കിടെ കിട്ടുന്ന വിജയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നത്തെ ചില സാഹചര്യങ്ങൾ അനുസരിച്ച് ഉണ്ടാവുന്നൊരു ഇതാണ്. അല്ലാതെ അതിന് പിന്നിൽ ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനമോ ഒന്നും ഒരു പങ്കും വഹിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അതായത് സാധാരണ ഒരു സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് പ്രതിപക്ഷം ആഞ്ഞടിക്കുന്ന ഒരു നിയമസഭ, പ്രതിപക്ഷത്തിന് വലിയ റോള് വഹിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വളരെ അപൂർവമായ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നിയമസഭക്കകത്ത് പ്രതിപക്ഷം ഇരുന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു ഈ വിഷയദാരിദ്ര്യം തന്നെ ആയിരിക്കും പ്രശ്നം. അല്ലെ, വിഷയദാരിദ്ര്യം ഉണ്ട്. പിന്നെ അത് തന്നെയാണ് പ്രധാന പ്രശ്നം. ഒന്നും പറയില്ല. അത് ഇവര് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്തെങ്കിലും ചർച്ചയ്ക്ക് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരും, ഒരു വിഷയം കൊണ്ടുവരും, അത് സർക്കാർ മറുപടി പറയും, മുഖ്യമന്ത്രി സംസാരിക്കുക, ഏതെങ്കിലും മന്ത്രി സംസാരിക്കുക, അതോടെ അത് തീർന്നു. അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു ജനകീയമായ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യാനില്ല. ചില ഉപരിപ്ലവമായ ചില വിവാദങ്ങൾ എടുത്തിട്ട് കള്ളപ്രചരണം നടത്തി കുറച്ച് കോലാഹലം സൃഷ്ടിക്കാൻ കഴിയും. പക്ഷെ അതിൻ്റെ പരിശോധനയും ഇഴ കീറിയുള്ള ചർച്ച നടന്നു കഴിഞ്ഞാൽ ഇവര് പൂർണ്ണമായിട്ടും പൊളിഞ്ഞു പോകും. അതാണ് വാസ്തവം. ഇപ്പൊ ഈ വയനാട് നമുക്കറിയാം, ശ്രുതിയെ പോലും പറ്റിച്ചു എന്നുള്ള. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും വലിയൊരു നോവായിട്ട് നിൽക്കുന്നതാണ് ശ്രുതി എന്ന്. ആ പേരും അവരുടെ മുഖം ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ എപ്പോഴും സങ്കടം വരുന്നതാണ്. അവരെ പോലും പറഞ്ഞ് പറ്റിച്ച ഒരാളാണ് ഇപ്പം അവിടെ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ വയനാട് ഈ NM വിജയ് എന്ന് പറയുന്ന ആളുടെ ആത്മഹത്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ അവരെ വഞ്ചിച്ചു. ശരിക്കും വഞ്ചനയുടെ ഒരു മാല തന്നെയാണ് ഇവര് കോർത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തില്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യം ഉറപ്പാണ്.